നമസ്കാരം, ആയുർ ദളത്തിലേക്ക് സ്വാഗതം. ബലാരിഷ്ടത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ബലാരിഷ്ടത്തിൻ്റെ ഗുണങ്ങളും വേദനകൾ, പക്ഷാഘാതം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുമാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആയുർവേദ ഔഷധങ്ങളെപ്പറ്റി അറിയുവാനും ഹെൽത്ത് ടിപ്സിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാതരോഗങ്ങൾക്ക് ഏറെ പ്രശസ്തമാണ് ബലാരിഷ്ടം. ഇതിലെ പ്രധാന ചേരുവകൾ കുറുന്തോട്ടി വേര്, അശ്വഗന്ധ, താതിരിപ്പൂവ്, അടപതിയൻ കിഴങ്ങ്, വെളുത്താവണക്കിൻ വേര്, അരത്ത, ഏലത്തരി, പ്രസാരണി, ഗ്രാമ്പു, രാമച്ചം, ശർക്കര, ഞെരിഞ്ഞൽ ഇവകളാണ്. പ്രധാനമായും വാതരോഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ബലാരിഷ്ടത്തിൻ്റെ ഉപയോഗം മൂലം ശരീരബലം വർദ്ധിക്കുകയും ശരീരപുഷ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. ബലാരിഷ്ടം ഉപയോഗിക്കുന്ന പ്രധാന രോഗങ്ങൾ: മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ എല്ലാത്തരം വാതവേദനകൾക്കും, പക്ഷാഘാതം, സയാറ്റിക്ക, ആമവാദം, ഉറക്കക്കുറവ്, ഉന്മേഷക്കുറവ്, തരിപ്പ്, വിറയൽ, മസിലുകളുടെ ശോഷവും ബലക്കുറവും, അരുചി, വിശപ്പില്ലായ്മ തുടങ്ങിയ അവസ്ഥകളെല്ലാം ബലാരിഷ്ടം ഉപയോഗിക്കാം. ബലാരിഷ്ടം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുറുന്തോട്ടി ബോഡി പെയിൻ കുറയ്ക്കുകയും നെർവുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മൂത്രം ശരിയായ രീതിയിൽ പോകാൻ സഹായിക്കുകയും ചെയ്യും. ബോഡി പെയിൻ ഉള്ള അവസ്ഥകളിൽ ബലാരിഷ്ടം, ദശമൂലാരിഷ്ടം, യോഗരാജ ഗുൽഗുലു ചേർത്ത് കഴിക്കാവുന്നതാണ്. നീർക്കെട്ടോട് കൂടിയ സന്ധിവേദനകൾക്ക് അമൃതോത്തരം കഷായം ചേർത്തോ അമൃതാരിഷ്ടം ചേർത്തോ ഉപയോഗിക്കാം. പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ശരീരവേദനകൾക്കും ബലക്ഷയം, ഓർമ്മക്കുറവ്, വിഷാദം, ഉറക്കക്കുറവ് തുടങ്ങിയവകൾക്ക് അശ്വഗന്ധാരിഷ്ടം ചേർത്ത് ഉപയോഗിക്കാം. നീരിന് പുനർനവാസവം ചേർത്ത് ഉപയോഗിക്കാം. മറ്റു റുമാറ്റിക് കണ്ടീഷനുകളിൽ മഹാരാസ്നാദി, സഹജരാദി, രാസ്ന ഏരണ്ടാദി, പ്രസാരണ്യാദി തുടങ്ങിയ അവസ്ഥാനുസൃതമായ കഷായങ്ങളോ അരിഷ്ടങ്ങളോ ചേർത്ത് ഉപയോഗിക്കാം. പ്രഗ്നൻസിയിലും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. പ്രമേഹ രോഗികൾ ഇത് ഉപയോഗിക്കുന്നത് നന്നല്ല. ഡോസ് 15 മുതൽ 30 മില്ലി വരെ ആഹാരശേഷം ഉപയോഗിക്കാം. വയറെരിച്ചിൽ ഉള്ളവർ സമം വെള്ളം ചേർത്ത് ഉപയോഗിക്കണം. ഓവർഡോസ് ആയാൽ വയറെരിച്ചിൽ അനുഭവപ്പെടും. പക്ഷാഘാതം തുടങ്ങിയ അവസ്ഥകളിൽ മറ്റ് ഔഷധങ്ങളോടൊപ്പം ചേർത്ത് കഴിച്ചാൽ വളരെയധികം ഫലം കിട്ടുന്നതാണ്.